എൻസൈക്ലോപിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അങ്കണവാടികളുമായി ബന്ധപ്പെട്ട് പോഷകാഹാര വിതരണങ്ങളിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. അങ്കണവാടികളിൽ നിന്ന് ഇനി പോഷകാഹാരം ലഭിക്കണമെങ്കിൽ വാങ്ങുന്നവരുടെ ഫോട്ടോ എടുക്കണം. അങ്കണവാടികൾ വഴി വിതരണം ചെയ്യുന്ന സാധനങ്ങൾ ഗുണഭോക്താവിന് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഇവിടെ കൃത്യമായ കണക്ക് കിട്ടുന്നതിനുമാണ് നടപടി ഏർപ്പെടുത്തിയിട്ടുള്ളത്. പല അങ്കണവാടികളിലും വിതരണം ചെയ്യുന്ന പോഷകാഹാരം യഥാർത്ഥ ഗുണഭോക്താവിലേക്ക് എത്തുന്നില്ലെന്ന് പരാതി ഉയർന്നിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് വനിതാ ശിശു വികസന വകുപ്പ് നടപടി കർശനമാക്കുന്നത്. പോഷകാഹാര വിതരണം കാര്യക്ഷമമാക്കുന്നതിനായി 3 വർഷം മുമ്പ് പോഷൻ ട്രാക്കർ എന്ന ആപ്പ് രൂപവത്കരിച്ചിരുന്നു. ഗുണഭോക്താക്കളുടെ ആധാർ ഇതുമായി ബന്ധിപ്പിച്ചു തുടങ്ങിയിരുന്നു. ഇതേ ആപ്പിൽ തന്നെയാണ് ഫോട്ടോ എടുക്കുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഫോട്ടോ എടുക്കുന്നതിനോടൊപ്പം ഗുണഭോക്താക്കളുടെ ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് OTP അയക്കുന്നതാണ്. ഇതും പോഷൻ ട്രാക്കർ ആപ്പിൽ നൽകിയാലേ നടപടി പൂർത്തീകരിക്കുകയുള്ളൂ. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾ, അതോടൊപ്പം തന്നെ ഗർഭിണികളായ അമ്മമാർ, നവജാത ശിശുക്കൾ, പാലൂട്ടുന്ന അമ്മമാർ, കൗമാരക്കാരായ പെൺകുട്ടികൾ എന്നിവർക്കാണ് അങ്കണവാടികളിൽ പോഷകാഹാരം ലഭ്യമാകുന്നത്. കേന്ദ്ര സർക്കാർ ICDS സേവന ഭാഗമായി 1975 ഒക്ടോബർ 2 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 106ാം ജന്മദിനത്തിലാണ് കുഞ്ഞുങ്ങളുടെയും പോഷകാഹാരക്കുറവും പട്ടിണിയും ഇല്ലാതാക്കുന്നതിനായി ഈ പദ്ധതി ആരംഭിച്ചത്. കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വീടുകളിൽ ലഭിക്കുന്ന ആഹാരത്തിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി അങ്കണവാടികൾ വഴി അനുപൂരക പോഷകാഹാര പരിപാടി നടപ്പിലാക്കി. 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ശരിയായ വളർച്ച 500 കിലോ കലോറി ഊർജവും 12 ഗ്രാമിനും 15 ഗ്രാമിനും ഇടയിലുള്ള പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണം ദിവസവും നൽകേണ്ടതായിട്ടുണ്ട്. 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള ഗുരുതരമായ പോഷണക്കുറവുള്ള കുട്ടികൾ 800 കിലോ കലോറി ഊർജവും 20 മുതൽ 50 ഗ്രാം വരെയുള്ള പ്രോട്ടീനും അടങ്ങിയ പോഷകാഹാരം നൽകണം. ഈ അളവിൽ പോഷകമുള്ള ആഹാരമാണ് അംഗൻവാടി വഴി വിതരണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അങ്കണവാടികൾ വഴി 600 കിലോ കലോറി ഊർജവും 18നും 20 ഗ്രാമിനും ഇടയിൽ മാംസവും ലഭിക്കുന്ന പോഷകാഹാരം നൽകുന്നുണ്ട്. 3 വയസ്സുള്ള കുട്ടികൾക്ക് കുടുംബശ്രീ യൂണിറ്റുകൾ നിർമ്മിക്കുന്ന പോഷക സമൃദ്ധമായ ന്യൂട്രിമിക്സ് ഭക്ഷ്യമിശ്രിതവും നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമൃതം പൊടി, റാഗി, ഗോതമ്പ്, ശർക്കര തുടങ്ങിയവയാണ് പ്രധാനമായും അങ്കണവാടി വഴി വിതരണം ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ജീവനക്കാർ വ്യക്തമാക്കുകയുണ്ടായി. മിക്കയിടത്തും 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്ക് വേണ്ടിയും അങ്കണവാടികളിൽ നിന്ന് പോഷകാഹാരം വാങ്ങാനെത്തുന്നത് വീട്ടിലെ മറ്റംഗങ്ങളാണ്. ഗുണഭോക്താക്കളുടെ ഫോട്ടോ എടുക്കുന്നത് കർശനമാക്കുന്നതോടുകൂടി അമ്മമാർ നേരിട്ടെത്തേണ്ട സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. പലരും നേരിട്ടെത്താൻ മടിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനു പുറമെ ഓൺലൈനിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്കണവാടികളിൽ നിന്ന് പോഷകാഹാരം വാങ്ങുന്നതിന് വീട്ടിലെ മറ്റൊരു അംഗത്തിനു കൂടി സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഇതുമായി ബന്ധപ്പെടുത്തി ഉള്ള അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ കൂടുതൽ സൗകര്യമായിരിക്കുമെന്ന് ഇതുമായി ബന്ധപ്പെടുത്തി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംവിധാനത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.